പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം 91 സങ്കീർത്തനത്തിൽ പറഞ്ഞു, ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല. 91 സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. ഈ വാഗ്ദത്തം ഒക്കെ അവർക്ക് ലഭിച്ചു. അവർ അത്യുന്നതന്റെ മറവിൽ വസിച്ചു, സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർത്തു. പ്രൈസ് ദി ലോർഡ്. മരുഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ജീവിതത്തിൻ്റെതാകുന്ന പ്രതിസന്ധികളുടെ മുമ്പിൽ അവർ നമ്മെ പോലെ പരിഭവവും ഭീതിയും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സംശയവും അവരുടെ ഉള്ളിൽ കടന്നുകൂടി. ആ മണ്ഡലത്തിൽ അവർ പിറുപിറുത്തു, മത്സരികളായി മാറ്റപ്പെട്ടു. ആ സ്ഥാനത്ത് പ്രൈസ് പലപ്പോഴും ദൈവം അവരെ കൈവിട്ട സ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ സ്തോത്രം, ഓരോ അടി കിട്ടുമ്പോഴും അവർ ദൈവത്തിന്റെ കരങ്ങളിൽ വീണു കരഞ്ഞു. സ്തോത്രം, അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിക്കുന്നതായ ഒരു ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവവൈതലെ സ്തോത്രം, നീ എത്രമാത്രം നീ ഏൽപ്പിച്ചു കൊടുക്കുമോ, ഒരു വിടുവിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ സ്തോത്രം 4-ാം വാക്യത്തില് എഴുതിയിരിക്കുകയാണ്, അവർ മരുഭൂമിയിൽ ജനസഞ്ചാരമില്ലാത്ത വഴിയിൽ ഉഴന്നു നടന്നു. പാർപ്പാൻ ഒരു പട്ടണവും അവർ കണ്ടെത്തിയില്ല. അപ്പൊ അവർ പാർപ്പാൻ നല്ല പട്ടണം ഉണ്ടോ എന്ന് നോക്കി. അവരുടെ ബുദ്ധി കൊണ്ടൊക്കെ അവർ അന്വേഷിച്ചു, പാർപ്പാൻ കൊള്ളാവുന്ന സ്ഥലമുണ്ടോ, പാർപ്പാൻ കൊള്ളാവുന്ന പട്ടണം, പാർപ്പിനായി ഉള്ള സ്ഥലവും കാലാവസ്ഥ, എല്ലാ സൗകര്യങ്ങളും. പ്രൈസ് ദി ലോർഡ്. അവർ വളരെ ശ്രേഷ്ഠമായി സ്വാതന്ത്ര്യത്തോട് അവരുടെ മനസ്സിൽ എത്രമാത്രം പ്ലാനുകളുണ്ടോ അതിന്റെ മാക്സിമം വെച്ച് അവർ അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ അവർ ഒരു പട്ടണവും ഒരു സ്ഥലവും അവർ കണ്ടെത്തിയില്ലെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. ദൈവത്തിലെ പലപ്പോഴും നമ്മുടെ ശ്രമങ്ങൾ അതിന്റെ മാക്സിമം നമ്മൾ ശ്രമിച്ചിട്ടും നടക്കാതെ പോകുന്നതിന്റെ കാരണം എന്താ? പ്രൈസ് ദി ലോർഡ്. അതിന്റെ 7-ാം വാക്യം ഒന്ന് വായിച്ചേ. അവർ പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവൻ അവരെ ചൊവ്വയുള്ള വഴിയിൽ നടത്തി. ഇത് മനസ്സിലാക്കാൻ പലപ്പോഴും കഴിയത്തില്ല. ഇവരുടെ ബുദ്ധി കൊണ്ടും ധനം കൊണ്ടും കഴിവുകൊണ്ടും പ്രാപ്തി കൊണ്ടും ജനത്തിന്റെ സ്വാധീനത കൊണ്ടും ഈ സ്ഥലം കൊള്ളാം, ഈ പട്ടണമാക്കി എടുക്കാം, ഇവിടെ താമസിക്കാം, ഇവിടെ വെള്ളമുണ്ട്, ഇവിടെ നല്ല ഫലഭൂയിഷ്ഠമായ മണ്ണുണ്ട്, ഇവിടെ നല്ല എക്കൽ മണ്ണുണ്ട്, നല്ല നദികളുണ്ട്, ഉറവകളുണ്ട്, നല്ല ഹല്ലേലൂയ ഈന്തപ്പനയും ഹല്ലേലൂയ ഒലിവ് വൃക്ഷങ്ങളും ഒക്കെ ഉണ്ട് എന്നവർ ചിന്തിച്ച് അവരുടെ ബുദ്ധി കൊണ്ടും അവരുടെ കണ്ണുകൾക്കും അവരുടെ കാഴ്ചയ്ക്കൊക്കെ ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളൊക്കെ തിരഞ്ഞെടുക്കാൻ ശ്രമിച്ചിട്ടും അവർക്ക് നല്ലതായ ശ്രേഷ്ഠത അതിൽ അനുഭവിപ്പാൻ കഴിയാതെ പോകുന്നതിന്റെ കാരണം ദൈവത്തിലെ വെറുതെയല്ല. സ്തോത്രം. ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ദൈവം തെരഞ്ഞെടുത്ത ദൈവ പൈതലിനെ ദൈവത്തിന്റെ പദ്ധതിയിലുള്ള സ്ഥലത്തെ താമസിപ്പിക്കുകയുള്ളൂ. അവൻ പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് ചൊവ്വയുള്ള വഴിയിൽ നടത്തി. അപ്പൊ ദൈവം നടത്തുന്ന വഴി ചൊവ്വയുള്ള വഴിയാ, അത് നേരെയുള്ള വഴിയാ. പക്ഷെ പലപ്പോഴും നമുക്കത് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. നമ്മൾ പറയുന്നത് എന്റെ സമയം ഇപ്പോഴാ, എനിക്ക് ഇപ്പൊ സാധിക്കണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പലരും പിടിവാശിയിലാ പ്രാർത്ഥിക്കുന്നത്. പിടിവാശി, എനിക്ക് ഇപ്പം പ്രാർത്ഥിച്ച് കിട്ടുമോ നോക്കട്ടെ, ഇപ്പൊ എനിക്ക് കിട്ടണം. സ്തോത്രം. പാസ്റ്റർ പ്രാർത്ഥിക്കുമോ, ഇല്ലെങ്കിൽ വേറെ പാസ്റ്റർമാരുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്ന ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കർത്താവ് പറഞ്ഞു, എടേ എല്ലാത്തിനും ഒരു കാലമുണ്ട്, ഒരു സമയം, നീ വെയിറ്റ് ചെയ്യ്, എന്റെ ഇഷ്ടം നീ മനസ്സിലാക്ക്. ദൈവത്തിന്റെ ഇഷ്ടം. പ്രൈസ് ദി ലോർഡ്. നിത്യദഹനങ്ങളുടെ അടുക്കൽ ആർ പാർക്കും? ദൈവത്തിന്റെ വല്ലഭത്വത്തെ കുറിച്ചൊരല്പം നമ്മൾ ഗ്രഹിച്ചിരിക്കണം. നമ്മിൽ ആർ ദഹിപ്പിക്കുന്ന തീയുടെ അടുക്കൽ പാർക്കും? നമ്മളിൽ ആർ നിത്യദഹനങ്ങളുടെ അടുക്കൽ പാർക്കും? ആര് ഈ പരിശുദ്ധനായ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കും? ഈ ദൈവത്തിന്റെ മുമ്പിൽ തണ്ട് വെച്ച പടക്, പ്രതാപമുള്ള കപ്പൽ, അതിൽ കൂടെ ഒന്നും കടന്നു പോകുകയില്ല. നമ്മുടേതാകുന്ന യാതൊരു പ്ലാനുകളും പദ്ധതികളും ദൈവം കർത്താവ് പറഞ്ഞു, നിന്റെ വഴിയല്ല എന്റെ വഴി, നിന്റെ വിചാരങ്ങളല്ല എന്റെ വിചാരങ്ങൾ. എന്റെ വിചാരങ്ങൾ ശ്രേഷ്ഠമാ, നിന്റെ വിചാരങ്ങളെക്കാൾ ശ്രേഷ്ഠമായ വിചാരം, നിന്റെ വഴികളെക്കാൾ ശ്രേഷ്ഠമായ വഴികൾ. അവർ രണ്ട് വഴികൾ അങ്ങ് പോകുക പാരലായിട്ട്.
നമ്മൾ കർത്താവിന്റെ വഴിയിലേക്ക് കയറാൻ കഴിയുന്നില്ല. നമ്മൾ കർത്താവിനെ പിടിച്ച് നമ്മുടെ വഴി ബലമായിട്ട് അംഗീകരിപ്പിക്കാൻ ശ്രമിക്കുക. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വഴി കർത്താവിന് വിട്ടുകൊടുക്കുന്നില്ല. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. അപ്പൊ നമ്മുടെ വഴികൾ ദൈവത്തിന് വിട്ടുകൊടുക്കണം. അപ്പൊ ദൈവത്തിന്റെ വഴിയായി മാറും. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കർത്താവിന് അസാധ്യമായ ഒരു കാര്യവുമില്ല. സ്തോത്രം. കുഞ്ഞുങ്ങളുടെ ഭാവിയെ നോക്കുന്ന ദൈവമാണ്. കുഞ്ഞുങ്ങളുടെ ഭാവി അതെ ഇവിടെ നിന്നാൽ അഴുക്കാകും, ചീത്തയായി പോകാൻ സാധ്യതയുണ്ട് പാസ്റ്ററെ, അതുകൊണ്ട് ഞങ്ങൾ അങ്ങ് ഇന്ത്യക്ക് പോവുക എന്ന് പറഞ്ഞ് ചിലരൊക്കെ അങ്ങ് പോവുകയാ. നീ പേടിച്ചു പോകരുത്. സ്തോത്രം. ഭയപ്പെട്ടു പോകരുത്. ഭയപ്പെട്ടു പോയാൽ അവിടെയുമുണ്ട് പിശാച്. ഇവിടുത്തെ യുദ്ധത്തിൽ ജയിക്കാത്തവൻ അവിടെയും ജയിക്കാൻ പോകുന്നില്ല. ഇന്ന് പകൽക്കാലം നീ ഓടിപ്പോയിട്ട് രക്ഷയില്ല. നീ ഇവിടെ നിൽക്ക, പിടിച്ചു നിൽക്ക, നീ പ്രാർത്ഥിക്ക്. പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് നീ ഇറങ്ങ്. കർത്താവ് പറഞ്ഞു നീ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. തന്റെ ഭക്തന്മാർ അതേ ഹല്ലേലൂയ രാപകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃതന്മാരുടെ കാര്യത്തിൽ താൻ ദീർഘക്ഷമയുള്ളവനായാലും പ്രൈസ് ദി ലോർഡ് അവൻ പ്രതിക്രിയ നടത്തി അവൻ രക്ഷിക്കുന്ന ദൈവം. സ്തോത്രം. ഇന്ന് രാത്രി ദൈവപൈതലേ സ്തോത്രം, ഒരു അതേ ഹല്ലേലൂയ സ്തോത്രം, ഒരു പ്രവാചകനും വരണ്ട, ആരും നിന്നോട് ദൂത് പറയണ്ട. നീ ദൈവത്തിന്റെ ഇഷ്ടം വെളിപ്പെടുവാൻ എന്നെ ഏൽപ്പിച്ച നീ പ്രാർത്ഥിര്. ദൈവം എന്നിൽ വെളിപ്പെടണമെന്ന് എന്റെ പ്രാർത്ഥനയാകട്ടെ. പ്രാർത്ഥനയിൽ മെയിനായിട്ട് ഇവിടുത്തെ അതേ ഗാർബേജും ചപ്പും കുപ്പയുമാണോ പ്രാർത്ഥനാ വിഷയം? ഇവിടുത്തെ കാര്യം വേണ്ടെന്നല്ല, അതൊക്കെ കർത്താവ് പറഞ്ഞാണ്. ഇതൊക്കെ ജാതികൾ അന്വേഷിക്കുന്നു. എന്റെ ദൈവമക്കൾക്ക്, എന്റെ മക്കൾക്ക് ഇത് ആവശ്യമുള്ളതെല്ലാം ഞാൻ അറിഞ്ഞു കൊടുക്കുക, നിങ്ങളൊന്നും പേടിക്കണ്ട, എന്നെ വിശ്വസിക്ക് എന്നാ കർത്താവ് പറയുന്നത്. നമ്മൾ ഈ മരം, പുല്ലോ, വൈക്കോല്, ഈ കത്തിപ്പോകുന്ന സാധനങ്ങൾക്ക് വേണ്ടി അതേ ഹല്ലേലൂയ കണ്ടമാനം പ്രാർത്ഥിക്കാതെ കർത്താവെ നിന്റെ ഗ്ലോറി എന്നിൽ ഇറങ്ങണം. എത്ര പേര് പ്രാർത്ഥിക്കും? നിന്റെ മഹത്വം എന്നിൽ ഇറങ്ങണം കർത്താവേ. എന്റെ മാനുഷികമായ സ്വഭാവം എല്ലാം ഒന്ന് മാറിയിട്ട് ദൈവ സ്വഭാവം എന്നിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കാനായിട്ട് എത്ര പേര് പ്രാർത്ഥിക്കും? എല്ലാവർക്കും ദുഃഖം മാറണം, പ്രതികൂലം മാറണം, രോഗസൗഖ്യം വേണം, നല്ല കാര്യമാ, വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. കർത്താവ് ആഗ്രഹിക്കുന്ന അതൊന്നുമല്ല. കർത്താവ് ആഗ്രഹിക്കുന്ന പദവി നിന്നെ വിളിച്ചത് എന്തിനാണെന്നറിയാം? ആ ലെവലിലേക്ക് എന്തുകൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല? എല്ലാം നേടിയിട്ട് നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവപൈതലേ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി പൂർണ്ണമായി കർത്താവിന്റെ ഇഷ്ടം എന്നിൽ നിറവേറണം, എന്റെ ഭർത്താവിൽ നിറവേറണം, എന്റെ ഭാര്യയിൽ നിറവേറണം, എന്റെ തലമുറകളിൽ നിറവേറണം, എന്റെ കുടുംബത്തിൽ ഇറങ്ങണം, എന്റെ സഭയിൽ, എന്റെ ദേശത്ത്, അതെ എന്റെ ഈ രാജ്യത്ത്. സ്തോത്രം, സ്തോത്രം. പ്രാർത്ഥന വെറും സ്വാർത്ഥതയുടെ പ്രാർത്ഥനയാവരുത്, കാര്യസാധ്യത്തിന്റെ പ്രാർത്ഥനയാവരുത്, കർത്താവിനെ പറ്റിക്കുന്ന സ്വാർത്ഥതയുടെ പ്രാർത്ഥനയാവരുത്. നമ്മുടെ ഹൃദയം തുറക്കുമ്പോൾ കർത്താവിന് മുഴുവൻ അറിയാം. സ്തോത്രം, സ്തോത്രം. ദൈവത്തിലെ മനുഷ്യ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട അതേ 3 അവസ്ഥകളെന്ന് പറഞ്ഞാൽ 1 പ്രാപിക്കുക, 2 ജീവിക്കുക, 3 കൊടുക്കുക. എന്താ പ്രാപിക്കേണ്ടത്? നാം കർത്താവിൽ നിന്ന് പ്രാപിക്കണം, നാം വിരുദ് പ്രാപിക്കണം, നാം വാടാത്തത് പ്രാപിക്കണം, തന്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കണം. അപ്പൊ ഇതെല്ലാം ആയി കഴിയുമ്പോൾ ആനന്ദവും സന്തോഷവും ഒക്കെ പ്രാപിപ്പാൻ ഇടയായിത്തീരും. ഇതെല്ലാം ആയി കഴിയുമ്പോൾ നമ്മൾ ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ തുടങ്ങും. നമ്മളിൽ യേശു ക്രിസ്തു വെളിപ്പെടാൻ തുടങ്ങും.